ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളോടായിരുന്നു പലയിടങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ എതിർപ്പെങ്കിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ യാത്ര ചെയ്തതാണ് ഒടുവിലത്തെ വിവാദം. എന്നാൽ വെള്ളാപ്പള്ളിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കാൻ മുഖ്യമന്ത്രിയോ പാർട്ടിയോ തയ്യാറായിട്ടില്ല. കേരളത്തിലെ ഏറ്റവും പ്രബലമായ സാമുദായിക സംഘടനകളിലൊന്നാണ് SNDP യോഗം. തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ വിജയപരാജയങ്ങൾക്ക് നിർണായക പങ്കാണ് SNDP വോട്ടുകൾ വഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സാമുദായിക സംഘടനകളെയും മൃദുവായ ഭാഷയിലാണ് വിമർശിക്കാറ്. എന്നാൽ എല്ലാ തരത്തിലും കൈവിട്ട വാക്കുകളാണ് വെള്ളാപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞ കുറെ മാസങ്ങളായി പുറത്തുവരുന്നത്. മലപ്പുറം ജില്ല ലക്ഷ്യം വെച്ചുള്ള പ്രത്യേക പരാമർശങ്ങൾ. ഇതേക്കുറിച്ച് CPM നേതാക്കളോട് ചോദിച്ചാൽ കാര്യമായ മറുപടിയൊന്നും ലഭിക്കില്ല. എന്തെങ്കിലും പറഞ്ഞു വരുത്തി അവിടെയും ഇവിടെയും തൊടാതെ രക്ഷപ്പെട്ടു കളയും. ഇതിനിടയിലാണ് ആഗോള അയ്യപ്പ സംഗമം വേദിയിലേക്ക് മുഖ്യമന്ത്രിയുടെ കാറിൽ നിന്നിറങ്ങി വരുന്ന വെള്ളാപ്പള്ളിയെ കാണുന്നത്. അങ്ങനെ സാമുദായിക നേതാക്കന്മാരെ കാറിൽ കയറ്റുന്ന പതിവ് പിണറായി വിജയനില്ല. അതുകൊണ്ട് തന്നെ കണ്ടുനിന്നവർ ആദ്യം ഒന്ന് ഞെട്ടി. സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്തത്. വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു മഹാപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പരിപാടിയിലേക്ക് പോകാൻ ഞാൻ കാറിൽ കയറുമ്പോൾ അദ്ദേഹവും എന്നോടൊപ്പം കാറിൽ കയറി എന്നുള്ളതാണ് വസ്തുത. ആ ദൂരത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ആ കാറിൽ കയറട്ടെ എന്ന നിലപാട് ഞാനും സ്വീകരിച്ചിട്ടുണ്ടാവും. അതിലെന്താ ഒരു തെറ്റ് സാധാരണഗതിയിൽ? കഴിഞ്ഞ കുറെ മാസങ്ങളായി വെള്ളാപ്പള്ളിയോട് വലിയ സുഖത്തിലല്ലാത്ത CPI കാര്യമൊന്ന് തുറന്നു പറഞ്ഞു. താനാണെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കണ്ടാൽ ഞാൻ ചിരിക്കും, ചിലപ്പോൾ കൈ കൊടുക്കും, അത്രേ ഉള്ളൂ. ഇല്ല, ഞാനത് ചെയ്യില്ല. മുഖ്യമന്ത്രിക്ക് അത് രസിച്ചില്ല. അതേ നാണയത്തിൽ മറുപടി. ബിനോയ് വിശ്വം അല്ലല്ലോ പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയന്റെ നിലപാടാണ്. ബിനോയ് വിശ്വത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടാവും. അദ്ദേഹം കാറ് കയറ്റിലായിരിക്കും. ഞാൻ കാറ് കയറ്റിയത് ശരിയാണ്. അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3-4 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വെള്ളാപ്പള്ളിക്കെതിരെ കാര്യമായ വിമർശനങ്ങളും CPM ഉന്നയിക്കാൻ സാധ്യതയില്ല. എന്നാൽ വിമർശന വിധേയമാകേണ്ട വെള്ളാപ്പള്ളിയുടെ നിലപാടുകളെ തുറന്നുകാട്ടാനാണ് CPIയുടെ നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.